അവതരിച്ചിട്ട് 1.5 സഹസ്രാബ്ദം കഴിഞ്ഞിട്ടും ഏറ്റവും കാലോചിതമായി നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഭാവിയിൽ നടക്കാനിരിക്കുന്ന മാശറയിൽ വെച്ചും നരകത്തിൽ വെച്ചുമെല്ലാം നടക്കാനിരിക്കുന്ന ചില സംഭാഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഉണർത്താനുള്ളത്. പരിശുദ്ധ ഖുർആൻ വളരെ വൈകാരികമായി നമുക്ക് പരിചയപ്പെടുത്തി തന്ന 3 സംഭാഷണങ്ങൾ. ഖുർആൻ ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ നമ്മുടെ ചെവികളെയും ഹൃദയങ്ങളെയും യഥാർത്ഥത്തിൽ ആ ഒരു പരിപ്രേക്ഷ്യത്തിലേക്ക് എത്തിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ആ സംഭാഷണം നടത്തുന്നവരുടെ ഹൃദയവികാരങ്ങൾ ഖുർആനിന്റെ ആയത്തുകളിലെ വരികൾക്കിടയിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിന്റെ ഓരോ വാക്കുകൾക്കിടയിലും ഇൽമിന്റെ വലിയ സാഗരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്കപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന മനുഷ്യരോട് ഒരേപോലെ സംസാരിക്കാനുള്ള മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. സാങ്കേതികതയും പുരോഗമനവും എന്താണെന്നറിയാത്ത നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള മനുഷ്യരോട് അവരുടെ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന ഖുർആൻ 2024 വലിയ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും എല്ലാം നടത്തുന്ന മനുഷ്യരോടും അതേ പരിപ്രേക്ഷ്യത്തിൽ സംസാരിക്കുന്നു. അവർക്ക് മനസ്സിലാക്കാനും ചിന്തിക്കാനും ഉൾക്കൊള്ളാനും അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെ അവരുടെ ഹൃദയത്തെ തൊട്ടുണർത്താനുമുള്ള വാക്കുകൾ പരിശുദ്ധ ഖുർആനിൽ സുലഭമായി നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഓരോ വചനങ്ങളും വാക്കുകളും വലിയ അർത്ഥവും ആഴവുമുള്ളതാണ്. സൂറത്ത് മുഅ്മിനൂനിലെ ഏതാനും വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്ന ഒരു സംഭാഷണത്തെക്കുറിച്ചാണ് ആദ്യമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. മുഅ്മിനൂനിലെ 101-ാമത്തെ ആയത്ത് തൊട്ടിട്ടാണ് ആ സംഭാഷണവുമായി ബന്ധപ്പെട്ട സംസാരം അല്ലാഹു തുടങ്ങുന്നത്. അല്ലാഹു പറയാണ്, ഫഇദാ നുഫിഖ ഫിസ്സൂർ, സൂറിലൂതപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം സൂറിലൂതിക്കഴിഞ്ഞാൽ ഫലാ അൻസാബ ബൈനഹും, അവർക്കിടയിൽ പിന്നെ ബന്ധങ്ങളില്ല. ഉമ്മയില്ല, ഉപ്പയില്ല, മക്കളില്ല, സഹോദരന്മാരില്ല, കൂട്ടുകാരില്ല, കുടുംബക്കാരില്ല, സംഘടനക്കാരില്ല, രാഷ്ട്രീയ പാർട്ടിക്കാരില്ല. യൗമഇദിൻ വലാ യതസാഅലൂൻ, സ്വന്തത്തെക്കുറിച്ചല്ലാതെ മറ്റൊരാളെക്കുറിച്ച് ചോദിക്കാൻ പോലും ഒരാളും തയ്യാറാവുകയില്ല, അന്വേഷിക്കാൻ പോലും ഒരാളും തയ്യാറാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഹശ്റിന്റെ മൈതാനിയിൽ എന്റെ ഉമ്മക്കെന്ത് സംഭവിച്ചു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേയല്ല. എന്റെ ഭാര്യക്കെന്ത് സംഭവിച്ചു, എന്റെ മക്കൾക്കെന്ത് സംഭവിച്ചു, എന്റെ കൂടപ്പിറപ്പുകൾക്ക് എന്ത് സംഭവിച്ചു എന്നത് ഹശ്റിന്റെ മൈതാനിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയവുമല്ല. ഇതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. അവിടെ ആകെ കണക്കാക്കുന്ന ഒരു മാനദണ്ഡം എന്താണ്? ഫമൻ തഖുലത് മവാസീനുഹു, ആരുടെ നന്മയുടെ തുലാസാണോ ഭാരം തൂങ്ങിയത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയിച്ചിരിക്കുന്നു. വമൻ ഖഫ്ഫത് മവാസീനു, ആർക്കാണോ തന്റെ നന്മയുടെ തുലാസിന് ഭാരം കൂടുന്നതിൽ പരാജയം സംഭവിച്ചിരിക്കുന്നത്, ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും, അവരുടെ സ്വന്തത്തിന് തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ, അവരാകട്ടെ നരകത്തിൽ നിത്യവാസികളായി മാറുകയും ചെയ്യുന്നതാണ്. തൽഫഹു വുജൂഹഹുമുൻ നാർ, അവരുടെ മുഖങ്ങളെ നരകത്തിൽ എരിച്ചു കളയുന്നതാണ്. വഹും ഫീഹാ കാലിഹൂൻ, അവരതിൽ പല്ലിളിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ആ പ്രയോഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ. വഹും ഫീഹാ കാലിഹൂൻ, അവരതിലിങ്ങനെ പല്ലിളിച്ചുകൊണ്ടായിരിക്കും ആ നരകത്തിലിരിക്കുക എന്നാണ് അള്ളാഹു പറയുന്നത്. മുഅ്മിനൂനിലെ 104-ാമത്തെ ആയത്താണ്. എന്തുകൊണ്ടാണ് ആ പല്ലിളിക്കുന്നത്? ശരീരത്തിലൂടെ രോമകൂപങ്ങളിലൂടെ
ശരീരത്തിന്റെ ചർമ്മങ്ങളിലൂടെ അഗ്നിനാളങ്ങൾ ഇരച്ചു കയറുമ്പോൾ ഉണ്ടാകുന്ന അസഹനീയമായ വേദന കാരണമാണ് അവരെന്ത് ചെയ്യുന്നത്? ആ പല്ലിളിക്കൽ നടത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് അല്ലാഹുവും അവരും തമ്മിലുള്ള ഒരു സംഭാഷണം ആരംഭിക്കുകയാണ്. മുഅ്മിനൂനിലെ 105-ാമത്തെ ആയത്ത് തൊട്ടിട്ട് അല്ലാഹു ഒരു സംഭാഷണത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞുതരാൻ. അല്ലാഹു അവരോട് ചോദിക്കാൻ, അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും, എന്റെ ആയത്തുകൾ, എന്റെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് വന്നെത്തിയിട്ടില്ലേ? നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടിട്ടില്ലേ? പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നിങ്ങളുടെ കർണപുടങ്ങളിലേക്ക് പതിക്കുകയുണ്ടായിട്ടില്ലേ? ഫകുൻതും ബിഹാ തുകദ്ദിബൂൻ, നിങ്ങളതിനെ നിഷേധിക്കുകയായിരുന്നു, നിങ്ങളതിനെ കളവാക്കുകയായിരുന്നു. ഖാലു, അവർ റബ്ബിനോട് മറുപടി പറയുകയാണ്, അല്ലാഹുവിനോട് മറുപടി പറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഗലബത് അലൈനാ ശിഖ്വതുനാ, ഞങ്ങളുടെ ഭാഗ്യക്കേട്, ഞങ്ങളുടെ ദൗർഭാഗ്യമിതാ അതിരി കവിഞ്ഞിരിക്കുന്നു റബ്ബേ, ഞങ്ങളെ അത് മൂടിയിരിക്കുന്നു റബ്ബേ. വകുന്നാ ഖൗമൻ ദാലിൻ, ഞങ്ങൾ വഴിപിഴച്ചു പോയ ഒരു ഖൗമുമാകുന്നു റബ്ബേ എന്ന് അവരതാനാഥന്റെ മുന്നിൽ കുറ്റസമ്മതം നടത്തുകയാണ്. എന്നിട്ട് അവർ പറയുന്നു, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ മിൻഹാ, ഞങ്ങളെ ഇതിൽ നിന്ന് നീ ഒന്ന് പുറത്തെടുക്കണമേ, ഇതിൽ നിന്ന് ഞങ്ങളെ നീ ഒന്ന് പുറത്താക്കണമേ. ഫഇൻ ഉദ്നാ ഫഇന്നാ ദാലിമൂൻ, ഈ നരകത്തിലേക്ക് ഞങ്ങളെത്താൻ കാരണമായ പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ ഇനി ഒരിക്കൽ കൂടി തിരിച്ചു പോകുകയാണെങ്കിൽ ഇനിയൊരവസരം ഞങ്ങൾക്ക് തരണ്ട അല്ലാ, ഇനിയൊരു തിരിച്ചുപോക്ക് ഞങ്ങൾക്ക് തരണ്ട റബ്ബേ എന്ന് ഈ ആളുകളത് ആ റബ്ബിനോട് അപേക്ഷ നടത്തുകയാണ്. അല്ലാഹുവിന്റെ മറുപടി എന്താണ്? ഖാലഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ, നിങ്ങളതിൽ നശിച്ചുകൊള്ളുക, നിങ്ങളതിൽ നഷ്ടപ്പെട്ടുകൊള്ളുക. വലാ തുകല്ലിമൂൻ, എന്നോട് നിങ്ങൾ മിണ്ടിപ്പോകരുത്, എന്നോട് നിങ്ങൾ സംസാരിച്ചു പോകരുത് എന്ന് കരുണയുടെ സകല വാതിലുകളും അടച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് വളരെ ക്രൂരമായി തന്നെ അവരുടെ നേരെയുള്ള എല്ലാ വാതിലും അടച്ചു കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം റിസർവ്ഡ് ആണ്, സ്വർഗവാസികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നരകവാസികൾക്ക് ഒരു തരത്തിലുള്ള കാരുണ്യവും അവിടെ നൽകപ്പെടുകയില്ല. അവിടുന്ന് അടുത്തുള്ള ആയത്തുകൾ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ചില അടിമകളെക്കുറിച്ചും അടിയാത്തികളെക്കുറിച്ചും ഈ നരകവാസികളോട് സംസാരിക്കാൻ ഈ ഒരു ആയത്ത്, ഈ ഒരു ശകലം ഞാൻ തെരഞ്ഞെടുക്കാൻ തന്നെ കാരണം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാട്സപ്പിൽ വന്ന ഒരു ലിങ്കാണ്. അത് തുറന്നു നോക്കിയപ്പോ മുമ്പെങ്ങോ ഇസ്ലാം ഉപേക്ഷിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യനെ, അയാളെന്തോ സെലിബ്രിറ്റി എന്തോ മറ്റോ ആണ്, അയാളെ ഒരാൾ ഇന്റർവ്യൂ ചെയ്യാൻ, അയാൾ വളരെ രൂക്ഷമായി ഇസ്ലാമിനെ കളിയാക്കിയിട്ടും വിമർശിച്ചിട്ടും ഒക്കെയാണ് ആ ഇന്റർവ്യൂവിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അയാളോട് കുറച്ച് ഖുർആൻ കേട്ടാലോ എന്ന് ആവശ്യപ്പെട്ടു. ഖുർആൻ കേട്ടാലെന്ന് ആവശ്യപ്പെട്ടാലൊന്നും ആയിക്കോട്ടെ, ഖുർആൻ കേൾക്കാം. എന്നിട്ട് ഈ ആയത്താണ് സൂറത്ത് മുഅ്മിനൂനിലെ 109, 110, 111 ആയത്തുകളാണ് അയാൾക്ക് വെച്ചു കൊടുത്തത്, കേൾക്കാൻ വേണ്ടി പ്ലേ ചെയ്തു കൊടുത്തത്. ആയത്ത് ഇപ്രകാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി, നിശ്ചയം ദുനിയാവിൽ എന്റെ ചില അടിമകൾ ഉണ്ടായിരുന്നു, എന്റെ ചില അടിയാറുകൾ ഉണ്ടായിരുന്നു. യഖൂലൂൻ, അവർ പറയുന്നവരായിരുന്നു. എന്താണ് അവർ പറയുക? റബ്ബനാ ആമന്നാ, അല്ലാഹുവേ രക്ഷിതാവേ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണ്. ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. വർഹംനാ, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ. വഅൻത ഖൈറുർ റാഹിമീൻ, കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും നന്നായി കരുണ കാണിക്കുന്നവൻ റബ്ബേ നീയാണ്. ഈ ആയത്ത് ഇങ്ങനെ വെച്ചുകൊടുത്തപ്പോ അയാൾ ഇങ്ങനെ ചിരിക്കാണ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, വഹും ഫീഹാ കാലിഹൂൻ, അവരിങ്ങനെ നരകത്തിൽ പല്ലിളിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞില്ലേ, അതേപോലെ ഈ മനുഷ്യൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കാൻ. പക്ഷെ ഖുർആൻ ആയത്ത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കാൻ. ഫത്തഖൽതുമൂഹും സിഖ്രിയാ, അപ്രകാരം അല്ലാഹുവിന്റെ മുന്നിൽ താഴ്മയോടുകൂടി, ഭക്തിയോടുകൂടി, വിനയത്തോടുകൂടി താണുകേണ്ടുകൊണ്ട് ദുആ ചെയ്യുന്നവരെ നിങ്ങൾ കളിയാക്കിയിരുന്നു, പരിഹസിച്ചിരുന്നു. ഹത്താ അൻസൗകും ദിക്രി, എന്റെ എല്ലാ ഓർമ്മകളും നിങ്ങൾക്ക് നഷ്ടപ്പെടത്തക്ക വിധം നിങ്ങളുടെ ഹൃദയങ്ങൾ മരവിച്ചുപോയി. നിങ്ങളങ്ങനെ അവരെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. വകുൻതും മിൻഹും തദ്ഹകൂൻ, നിങ്ങൾ അവരെ നോക്കി ചിരിക്കുകയായിരുന്നു, പരിഹസിക്കുകയായിരുന്നു. ഈ ആയത്തിന്റെ ഈ അവസാന ഭാഗത്തിയപ്പോ അയാളുടെ ചിരി അങ്ങോട്ട് പോയി. അയാൾക്ക് പിന്നെ ചിരിക്കാൻ പറ്റുന്നില്ല. പച്ച യുക്തിവാദിയാണ്, പച്ച മതനിരാസകനാണ്, നിരീശ്വരവാദിയാണ്, എമുവാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, എക്സ് മുസ്ലിംസിൽ പെട്ട ആളാണ്.
പക്ഷേ അയാൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ ലൈവായിട്ട് അയാളോട് സംസാരിക്കാൻ. എന്താണ് ആ ഖുർആൻ അയാളോട് പറയുന്നത്? ഹത്ത അൻസൗക്കും ദിക്രി, എല്ലാം നിങ്ങൾ മറന്നുപോയി. വകുന്തും മിൻഹും തദ്ഹഖൂൻ, നിങ്ങളിതാ ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സിൽ കൊണ്ടു. അയാൾക്ക് പിന്നെ ചിരിക്കാൻ കഴിയുന്നില്ല, അയാളുടെ ചിരി മുഖത്തുനിന്ന് മാഞ്ഞുപോയി. അടുത്തത് അള്ളാഹു പറയാൻ, ഇന്നി ജസൈതുമുൽ യൗമ ബിമാ സബറു അന്നഹും ഹുമുൽ ഫായിസൂൻ. അവർ ക്ഷമിച്ചത് കാരണം, അവർ സഹിച്ചത് കാരണം, അവർ പ്രവർത്തിച്ചത് കാരണം ഞാൻ ഏറ്റവും നല്ല പ്രതിഫലം അവർക്കിതാ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കളിയാക്കിക്കൊണ്ടിരുന്ന എന്റെ അടിമകൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അന്നഹും ഹുമുൽ ഫായിസൂൻ, അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നവർ. ഈ ആയത്ത് കേട്ടപ്പോ ആ മനുഷ്യന്റെ മുഖഭാവം വല്ലാതെ മാറി. അവിടെ നിന്ന് അങ്ങോട്ട് എന്തായെന്ന് എനിക്കറിയില്ല, അല്ലാഹു ആലം. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം. ഒരു വട്ടം സോഷ്യൽ മീഡിയയിൽ യുക്തിവാദിയായിട്ട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കാൻ, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അയാൾ പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നത് പോലെ പറയുന്ന എത്ര ആളുകളുണ്ട്, എത്ര ആളുകൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യും? മഹാഭൂരിപക്ഷവും നരകത്തിലും, നിങ്ങൾ മാത്രം കുറച്ച് ആളുകൾ മോചനം നേടി സ്വർഗത്തിൽ. നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സൂറത്ത് ബഖറയിലെ ഒരായത്ത് ഞാൻ അതിന്റെ ജസ്റ്റ് അർത്ഥം മാത്രം കിട്ടു. കുല്ലാ യസ്തവിൽ ഖബീസ് വത്തയ്യിബ് വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്. നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെ ആവുകയില്ല, തിന്മയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി എന്ന് അള്ളാഹുവിന്റെ ഒരു വചനം. ഇത് കേട്ടപ്പോ അയാൾക്ക് യഥാർത്ഥത്തിൽ അയാൾ അതിന്റെ തൊട്ട് താഴെ പറഞ്ഞത് എന്താണെന്നറിയോ? ഇങ്ങനെയൊക്കെ ഉണ്ട് ഖുറാനിൽ, ഇത് നിങ്ങളെ വകയല്ലേ? ഖുറാന്റെ ആയത്തും സൂറത്തും ആയത്തെ നമ്പർ ഇട്ടെടുത്തപ്പോ അയാൾക്ക് പിന്നെ ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയുന്ന ഓരോ വാക്കുകളും വർത്തമാനകാലത്തിൽ മനുഷ്യരോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഈ ആയത്തിൽ, ഈ ഒരു സംഭാഷണത്തിൽ എത്ര വലിയ ഗുണപാഠങ്ങളും എത്ര വലിയ പാഠങ്ങളുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അടുത്ത സംഭാഷണം സൂറത്തുൽ ഹദീദിലാണ്. സൂറത്തുൽ ഹദീദിന്റെ 12, 13, 14, 15 വചനങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഇടയിൽ ഈ സംഭാഷണം നടക്കുന്ന ആര് തമ്മിലാണെന്നറിയോ? മുഅ്മിനീങ്ങളും അള്ളാഹുവും തമ്മിലല്ല, കാഫിരീങ്ങളും അള്ളാഹുവും തമ്മിലല്ല, അല്ലെങ്കിൽ കാഫിരീങ്ങളും അവരുടെ നേതാക്കളും തമ്മിലല്ല. നമ്മുടെ ഇടയിലിരിക്കുന്ന, ഒരുപക്ഷെ ഈ പള്ളിയിൽ എന്റെ മുന്നിൽ ഖുതുബക്ക് വേണ്ടി ഇരിക്കുന്ന ആളുകൾ തമ്മിൽ നാളെ മഹ്ശറയിൽ വെച്ച് സംസാരിക്കാനിരിക്കുന്ന വചനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ശരിക്ക് ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ ഈ 2-3 ആയത്തുകളിൽ എവിടെയെങ്കിലും നമുക്ക് നമ്മെ കാണാൻ സാധിക്കും. അല്ലാഹു പറയാൻ, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അന്നേ ദിവസം നബിയെ അങ്ങ് മുഅ്മിനുകളെയും മുഅ്മിനാത്തുകളെയും കാണുകയാണ്, വിശ്വാസികളെയും വിശ്വാസിനികളെയും കാണുകയാണ്. ഏത് വിധത്തിലാണ് അവരെ കാണുക? യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും പ്രകാശം ഇങ്ങനെ അവരെ വലയം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ബുശ്റാകുമുൽ യൗം, അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് സന്തോഷ വാർത്തയാണ്. ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സുഖാഡംബരത്തിന്റെ ഭവനമായ സ്വർഗപ്രവേശനത്തിന്റെ സന്തോഷ വാർത്ത കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. ദാലികൽ ഫൗസുൽ അദീം, അതാകുന്നു മഹത്തായ വിജയം, അതാകുന്നു വമ്പിച്ച വിജയം. പ്രിയപ്പെട്ടവരെ, അടുത്ത ആയത്തിൽ യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്, കപടവിശ്വാസികളും കപടവിശ്വാസിനികളും അവർക്ക് പ്രകാശമില്ല. അവർ നിസ്കരിച്ചവരാണ്, നോമ്പെടുത്തവരാണ്, സ്വതക്ക ചെയ്തവരാണ്, ഉദ്ഹിയ്യത്ത് അറുത്തവരാണ്, ഖുർആൻ ഓതിയവരാണ്, ദുആ ചെയ്തവരാണ്, എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതായി നമ്മൾ കണ്ടവരാണ്. പക്ഷെ അവർക്ക് സ്വന്തമായി പ്രകാശമില്ല. ലില്ലദീന ആമനുൻദുറൂന നഖ്തബിസ് മിൻ നൂരിക്കും, ഈ ആളുകൾ അതാ വിശ്വാസികളോട് പറയുന്നു, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരുമോ, കുറച്ച് നിങ്ങൾക്ക് പകർത്തി തരുമോ എന്ന് ഈ മുനാഫിഖുകൾ അതാ വിശ്വാസികളോട് ചോദിക്കുകയാണ്. അവരോട് പറയപ്പെടുന്നു, ഖീലർജിഉ വറാഅക്കും, നിങ്ങൾ പിറകിലേക്ക് പോയിക്കൊള്ളുക, നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞവരെ ആട്ടിയകറ്റുന്നു. ഫൽതമിസൂ നൂറാ, എന്നിട്ട് നിങ്ങളുടെ സ്വന്തമായ പ്രകാശത്തെ നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്തുകൊള്ളുക. ഫദുരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബ്, അവർക്കിടയിൽ ഒരു വാതിൽ പ്രത്യക്ഷപ്പെടുകയാണ്.
ബാത്തിനുഹു ഫീഹി റഹ്മ, അതിന്റെ ഉള്ളിലാകട്ടെ അല്ലാഹുവിന്റെ റഹ്മത്താണ്, റബ്ബിന്റെ കാരുണ്യമാണ്. വദാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്, അതിന്റെ പുറംഭാഗമാകട്ടെ അല്ലാഹുവിന്റെ അദാബിലേക്ക് മുന്നിട്ട് നിൽക്കുന്നതാണ്, മുഖം തിരിച്ചു നിൽക്കുന്നതാണ്. ഒരേ പള്ളിയിൽ നിസ്കരിച്ചവർ, ഒരേ ഖുർആൻ ക്ലാസ്സിൽ ഇരുന്നവർ, ഒരേ സംഘടനയിൽ പ്രവർത്തിച്ചവർ, ഒരേ വേദികളിൽ ഒരുമിച്ചിരുന്നവർ, അവർ ഒരു വാതിലിലൂടെ രണ്ട് വിഭാഗമായി അവിടെ മാറ്റപ്പെടുകയാണ്, രണ്ട് വിഭാഗമായി തിരിക്കപ്പെടുകയാണ്. അപ്പോ ആ വാതിലിന്റെ പുറത്തുനിന്ന് നമ്മുടെ ഈ പറയുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന സുഹൃത്തുക്കൾ എന്തു പറയാണ്? യുനാദൂനഹും അലം നകും മഅകും, അവരതാ വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, അലം നകും മഅകും, ഞങ്ങൾ നിങ്ങളോടൊപ്പമല്ലയോ? സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. അവരിങ്ങോട്ട് പറയാൻ, അലം നകും മഅകും, ഞങ്ങൾ നിങ്ങളോടൊപ്പല്ലേ, നിങ്ങളുടെ ഗ്രൂപ്പുകാരല്ലേ, നിങ്ങളുടെ സംഘടനക്കാരല്ലേ, നിങ്ങളുടെ പാർട്ടിക്കാരല്ലേ, നിങ്ങളുടെ പക്ഷക്കാരല്ലേ, നിങ്ങളോടൊപ്പല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത്, പിന്നെ എന്തേ ഞങ്ങളെ ഇങ്ങനെ ആട്ടിയകറ്റുന്നു എന്നവരിങ്ങനെ ചോദിക്കുമ്പോ അതാ അവരോട് മറുപടി പറയപ്പെടുകയാണ്. എന്താണ് മറുപടി? ഖാലൂ ബലാ, സംഗതി അങ്ങനെയൊക്കെ തന്നെയാണ്, സംഗതി നിങ്ങൾ ഞങ്ങളോടൊപ്പമായിരുന്നു, മുഅ്മിനുകളോടൊപ്പമായിരുന്നു. വലാകിന്നകും, പക്ഷേ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. ഫതൻതും അൻഫുസകും, നിങ്ങളുടെ സ്വന്തം നിങ്ങളെ ഫിത്നയിലാക്കി കളഞ്ഞു, നിങ്ങളുടെ ആത്മാക്കൾ, നിങ്ങളുടെ ശരീരങ്ങൾ നിങ്ങളെ ഫിത്നയിലാക്കി കളഞ്ഞു. വതറബ്ബസ്തും വർതബതും വഗറത്കുമുൽ അമാനി, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നിസ്കരിച്ചപ്പോ പരലോകമുണ്ടോ എന്ന സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു, പടച്ചോനുണ്ടോ എന്ന സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു, അള്ളാന്റെ റസൂൽ പറഞ്ഞ വർത്തമാനങ്ങളിൽ ശരിയുണ്ടോ എന്ന തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഹത്താ ജാഅ അംറുല്ലാഹ്, ഇതുവരെ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതുവരെ, പടച്ച റബ്ബിന്റെ കൽപ്പന വരുന്നതുവരെ, മരണം നിങ്ങളെ തേടിയെത്തുന്നവരെ. മരണം നിങ്ങളെ തേടിയെത്തിയപ്പോ അതിന്റെ പുറത്തേക്ക് നിങ്ങൾക്ക് സംശയമുണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. അതുവരെ നിങ്ങളിങ്ങനെ സംശയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ കൂടെ നിന്ന് നമസ്കരിക്കുന്ന വിശ്വാസികളുടെ മനസ്സിനെ സമാധാനത്തിന്റെ, സാന്ത്വനത്തിന്റെ പാരമ്യത്തിലേക്ക് കൊണ്ടുപോയ ആ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തെ സമാധാനത്തിലേക്ക് നയിച്ചിട്ടില്ല, നിങ്ങളുടെ മനസ്സിനെ സാന്ത്വനത്തിലേക്ക് നയിച്ചിട്ടില്ല. വഗറക്കും ബില്ലാഹിൽ ഗറൂർ, ആ മഹാവഞ്ചകൻ അല്ലാഹുവിനെ കുറിച്ച് നിങ്ങളെ വഞ്ചിച്ച് കളയുകയും ചെയ്തു. ഫല്യൗമിന്നേ ദിവസം ലാ യുഖദു മിൻകും ഫിദിയത്തും വലാ മിനല്ലദീന കഫറൂ, നിങ്ങളിൽ നിന്നോ അല്ലാഹുവിന്റെ ആയത്തുകൾ നിഷേധിച്ചു തള്ളിയ മനുഷ്യരിൽ നിന്നോ ഒരു തരത്തിലുള്ള പശ്ചാത്താപവും സ്വീകരിക്കുന്നതല്ല. മഅവാകുമുന്നാർ, നിങ്ങളുടെ വാസസ്ഥലം നരകമാകുന്നു. ഹിയ മൗലാക്കും വബിഇസൽ മസീർ, നിങ്ങൾക്ക് ഏറ്റവും അർഹതപ്പെട്ടത് അത് തന്നെയാണ്, ഏറ്റവും മോശമായ മടക്ക സ്ഥലമാകുന്നു അത്. ഈ സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭാഷണത്തിൽ അലം നകും മഅകും എന്ന് ഖേദത്തോടെ പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. ജീവിതത്തിൽ നിഫാഖിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടാവണം. നമുക്കൊക്കെ എന്തോ ഉറപ്പാണ്, എനിക്കൊരിക്കലും നിഫാഖ് സംഭവിക്കൂല, എനിക്കൊരിക്കലും കാപട്യം ഉണ്ടാവൂല, എന്തൊരു ഉറപ്പാണ് നമുക്ക്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നിഫാഖ് ആരുടെ ജീവിതത്തിലും ഏത് സമയവും കടന്നു വരാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഓരോ സെക്കൻഡിലും നമ്മളിങ്ങനെ റീൽസുകളിൽ നിന്ന് റീൽസുകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ, വീഡിയോകളിൽ നിന്ന് വീഡിയോകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ, മണിക്കൂറുകൾ നോക്കാതെ സോഷ്യൽ മീഡിയകളിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുമ്പോ, എവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന് നേരെ തിരിച്ചുവെച്ച കത്തികൾ അതിന്റെ ഹൃദയത്തിലേക്ക് തറച്ചു കയറുക എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. അതുകൊണ്ട് വിശ്വാസത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്. നിഫാഖ് മനസ്സിലേക്ക് കടന്നു വരാതെ കൊണ്ടുപോകേണ്ടതുണ്ട്. ആ നിഫാഖിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ അടയാളങ്ങൾ ജീവിതത്തിന്റെ 7 അയലങ്ങളിലേക്ക് അടുത്തു പോകാതെ ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. അടുത്ത സംഭാഷണം പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ അറാഫ്. ഈ സൂറത്തിന്റെ പേര് വരാൻ തന്നെ കാരണം എന്താണ്? ഈ സംഭാഷണമാണ്. ഇത് പല ആളുകളും തമ്മിലുള്ള സംഭാഷണമാണ്. ആദ്യം സ്വർഗവാസികൾ നരകവാസികളോട് ചോദിക്കുന്നു, പിന്നീട് ആറാഫിന്റെ ആളുകൾ സ്വർഗവാസികളോട് പറയുന്നു, നരകവാസികളോട് പറയുന്നു, പിന്നെ നരകവാസികൾ സ്വർഗവാസികളോട് പറയുന്ന സംഭാഷണമൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞിരുന്നത്. സൂറത്ത് ആറാഫിന്റെ 44 മുതൽ 51 വരെയുള്ള ആയത്തുകൾ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞുതരാൻ, വനാജാ അസ്ഹാബുൽ ജന്നതി അസ്ഹാബൻ നാർ. സ്വർഗ്ഗവാസികൾ വിളിക്കുകയാണ്. ഇവിടെ ആദ്യം സംഭാഷണം തുടങ്ങുന്നത് സ്വർഗ്ഗവാസികളാണ്. അസ്ഹാബൻ നാർ, നരകവാസികളെയാണ് വിളിക്കുന്നത്. എന്താണ് അവർ ചോദിക്കുന്നത്? അൻഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ. ഞങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ കിട്ടിയിരുന്നു. ആ വാഗ്ദാനങ്ങളെല്ലാം ഞങ്ങൾക്കിതാ ലഭിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വാഗ്ദാനങ്ങൾ? തേനിന്റെ അരുവികളുണ്ട് എന്ന വാഗ്ദാനം നൽകപ്പെട്ടിട്ടുണ്ട്. കള്ളിന്റെ പുഴകളുണ്ടെന്ന് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുണ്ട്. പാലിന്റെ അരുവികളുണ്ടെന്ന് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുണ്ട്. 30 മൈൽ ഉയരമുള്ള കെട്ടിടങ്ങളുണ്ടെന്ന് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും അവസാനിക്കാത്ത രാജാധികാരങ്ങളുണ്ടെന്ന് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെ വാഗ്ദാനം നൽകപ്പെട്ടോ അതെല്ലാം ഞങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സുഖാഡംബരത്തിൽ ഞങ്ങളിങ്ങനെ അഭിരമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സ്വർഗ്ഗവാസികൾ ചോദിക്കുകയാണ്, ഫഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖാ. നിങ്ങൾക്കും കുറച്ച് വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടിരുന്നല്ലോ. എന്തൊക്കെയാണ് വാഗ്ദാനങ്ങൾ പ്രിയപ്പെട്ടവരെ? മുഖം കരിഞ്ഞു പോകുന്നതാണ്, പല്ലെളിക്കുന്നതാണ്, രോമകൂപങ്ങളിലൂടെ തൊലികളിലൂടെ തീങ്ങനെ പടർന്നു പിടിക്കുന്നതാണ്, താറുകൊണ്ടുള്ള വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നീചവും നിന്ദ്യവുമായ ഭക്ഷണപാനീയങ്ങൾ നൽകുന്നതാണ്. വെള്ളം കുടിക്കുമ്പോ ഈ പറയുന്ന തൊണ്ടയിലൂടെ അതിന്റെ ചൂടുകൊണ്ട് പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള അതിഭീകരമായ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വന്നു കിട്ടിയോ? ആ വാഗ്ദാനങ്ങൾ, ആ ശിക്ഷകൾ നിങ്ങൾക്ക് വന്നെത്തിയോ എന്ന് ചോദിക്കുമ്പോ നരകവാസികൾ പറയുകയാണ്, ഖാലൂ നഅം, വന്നിട്ടുണ്ട്, ഞങ്ങളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളിത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഫഅദ്ദന മുഅദ്ദിനും ബൈനഹും അൽലഅനതുല്ലാഹി അലദ്ദാലിമീൻ. ഒരു വിളിയാളൻ വിളിച്ചു പറയുമെന്നാണ്, അക്രമകാരികൾക്ക് മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, അക്രമികൾക്ക് മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. അല്ലദീന യസുദ്ദൂന അൻ സബീലില്ലാഹ്, അവർ ചെയ്ത പ്രവർത്തനം എന്താണ്? അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ ഇങ്ങനെ തെറ്റിച്ചുകൊണ്ടേയിരുന്നു. വയബ്ഗൂനഹാ ഇവജാ, വക്രമായ ചിന്തകൾ റബ്ബിന്റെ മാർഗത്തിന് നേരെ അവർ വെച്ചു പുലർത്തുകയും ചെയ്തു. വബിൽ ആഖിറതി കാഫി വഹും ബിൽ ആഖിറതി കാഫിറൂൻ, അവർ പരലോകത്തെ കുറിച്ച് അവിശ്വസിക്കുകയും ചെയ്തവരായിരുന്നു. പ്രിയപ്പെട്ടവരെ, 2024 നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് പരലോകമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചെറിയ കാര്യമൊന്നല്ല. നമ്മുടെ മക്കളുടെ കുഞ്ഞു മനസ്സുകളിൽ സ്വർഗത്തെക്കുറിച്ചും എത്രത്തോളം നിറയോ ദീനീ പ്രവർത്തനങ്ങൾ നടത്താൻ ബാധ്യതപ്പെട്ട മതസംഘടനകൾ പോലും പരലോകം പറയുമ്പോ, സ്വർഗം പറയുമ്പോ, നരകം പറയുമ്പോ ഒന്ന് നോക്കിയും കണ്ടൊക്കെ പറയണം, അല്ലെങ്കിൽ യുക്തിവാദികൾ നാളെ എടുത്ത് ട്രോളും എന്ന അവസ്ഥയിലേക്ക് എത്തി. അത്രത്തോളം പരലോക വിശ്വാസത്തെ, സ്വർഗത്തിൽ പറയപ്പെട്ട അനുഗ്രഹങ്ങളെ, നരകത്തിൽ പറയപ്പെട്ട ശിക്ഷകളെയെല്ലാം പരിഹസിച്ചും അപഹസിച്ചും അതിനെക്കുറിച്ചുള്ള ഒരു അവിശ്വാസം ജനമനസ്സുകളിലേക്ക് വിത്തുപാകുന്നതിന് വേണ്ടി കിണഞ്ഞ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ. പ്രിയപ്പെട്ടവർ, ആ രോഗം നമ്മെ ബാധിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മളും അനുഭവിക്കാൻ പോകുന്നത് ഇതുതന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആയത്തിൽ അല്ലാഹു പറയാൻ, വബൈനഹുമാ ഹിജാബ്, സ്വർഗവാസികളും നരകവാസികളും ഇങ്ങനെ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ, സംസാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അവർക്കിടയിൽ ഒരു മറയുണ്ട്, ഒരു മതിലുണ്ട്. വഅലൽ അറാഫി റിജാലു യഅരിഫൂന കുല്ലം ബിസീമാഹും, അതിൽ ചില ആളുകളുണ്ട്, ചില പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. അവരുടെ ചില അടയാളങ്ങൾ കൊണ്ട് അവരെ മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. വനാദൗ അസ്ഹാബൽ ജന്ന, അവരതാ നരകവാസികൾക്ക് പുറമെ സ്വർഗവാസികൾ വിളിക്കുകയാണ്. സ്വർഗവാസികൾ വിളിച്ചിട്ട് അവർ പറയുകയാണ്, അൻസലാമുൻ അലൈക്കും, അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനമെന്ന് സ്വർഗവാസികൾ വിളിച്ചുകൊണ്ട് അവരതാ പറയുകയാണ്. ലം യദ്ഖുലൂഹാ വഹും യത്മഊൻ, അവർക്ക് ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ആ പ്രവേശനത്തിന് അങ്ങനെ കാത്തിരുന്നു കൊണ്ടേയിരിക്കുകയാണ്. വഇദാ സുരിഫത് അബ്സാറുഹും തിൽഖാ അസ്ഹാബിൻ നാർ, അവരുടെ കണ്ണുകൾ നരകവാസികൾക്ക് നേരെ തിരിഞ്ഞു പോകുമ്പോ നരകവാസികൾ അവരെ കാണുമ്പോൾ അവർ പറയുകയാണ്, ഖാലൂ, നരകവാസികളോട് അവർക്ക് സംസാരിക്കാനില്ല, അവരോട് അഭിസംബോധന ചെയ്യാനില്ല. അവരത് ആ റബ്ബിനെ വിളിക്കുകയാണ്. റബ്ബനാ, അല്ലാഹ്, റബ്ബ് ഞങ്ങളുടെ രക്ഷിതാവേ,
ലാ തജഅൽനാ ഞങ്ങളെ നീ ആക്കി തീർക്കരുതേ മഅൽ ഖൗമിദ്ദാലിമീൻ ഈ അക്രമകാരികളുടെ കൂടെ ഞങ്ങളെ നീ ആക്കി തീർക്കുകയും ചെയ്യരുതേ. ഒന്നാമതായി അവരെ കാണുമ്പോഴുള്ള പ്രതികരണമാണ്, ആറാഫിന്റെ ആളുകളുടെ പ്രതികരണമാണ്. പിന്നീട് അതാ നരകവാസികളോട് അവരെ ചോദിക്കുകയാണ്, വനാജാ അസ്ഹാബുൽ ആറാഫി റിജാലൻ യഅരിഫൂനഹും ബിസീമാഹും. ആറാഫിന്റെ ആളുകൾ നരകവാസികളോട് ചോദിക്കുകയാണ്, ഖാലു മാ അഗ്നാ അൻകും ജംഉകും, നിങ്ങളുടെ സമ്പാദ്യം എന്ത് ഉപകാരമാണ് നിങ്ങൾക്ക് തന്നത്, എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് തന്നത്. വമാ കുൻതും തസ്തക്ബിറൂൻ, നിങ്ങൾ വലിയ കിബറന്മാരായിരുന്നില്ലേ, വലിയ അഹങ്കാരികളായിരുന്നില്ലേ, ആ അഹങ്കാരവും കിബറും സ്വാധീനവും എന്താണ് നിങ്ങൾക്ക് നേടിത്തന്നത് എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നിട്ട് ഈ നരകവാസികളിലുള്ള വലിയ പ്രമാണിമാരോടും പണക്കാരോടും സ്വാധീനക്കാരോടുമെല്ലാം ഈ ആറാഫിന്റെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്വർഗവാസികളെ ചൂണ്ടിയിട്ടാണ് ചോദിക്കുക. എന്താണ് ചോദിക്കുക? അഹാഉലാഇല്ലദീന അഖ്സംതും, ഇവരെ കുറിച്ചാണോ നിങ്ങൾ സത്യമിട്ട് പറഞ്ഞത്, ഇവരെ കുറിച്ചാണോ നിങ്ങൾ ആണയിട്ട് പറഞ്ഞത്? ലാ യനാലുഹുമുല്ലാഹു ബിറഹ്മ, അവർക്ക് അല്ലാഹുവിന്റെ ഒരു കാരുണ്യവും ഉണ്ടാവുകയില്ല എന്ന് ഇവരെ കുറിച്ചാണോ നിങ്ങൾ സത്യമിട്ട് പറഞ്ഞത്? ഇവർക്കൊരു ഉപകാരവും ഒരു വിജയവും ഒരു നേട്ടവും ഒരു മോചനവും ഒരു ഭാഗ്യവും ഇവർക്കുണ്ടാവുകയില്ല എന്ന് ഇവരെ കുറിച്ചാണോ ഹതഭാഗ്യരെ നിങ്ങൾ ആണയിട്ട് പറഞ്ഞത് എന്ന് ആറാഫിന്റെ ആളുകൾ നരകവാസികളോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അവസാനം നരകവാസികളെ തിരിച്ച് സ്വർഗവാസികളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണ്? അവർക്ക് വേറൊന്നും ചോദിക്കാനില്ല, വേറൊന്നും അറിയാനില്ല, നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടിയോ എന്നൊന്നും അറിയാനില്ല. അവർ ചോദിക്കുന്നത് എന്താണ്? അന്നഫീദു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. നരകവാസികൾക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. എന്താണ്? കുറച്ച് വെള്ളം തരുമോ, കുറച്ച് വെള്ളം തരുമോ, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് കുടിക്കാൻ തന്നിട്ടുള്ള എണ്ണമറ്റ പാനീയങ്ങളിൽ നിന്ന് വല്ലതും ഞങ്ങൾക്കായി നിങ്ങൾ വെച്ചു നീട്ടുമോ നിങ്ങളുടെ ഔദാര്യത്തിൽ നിന്ന് എന്ന് മാത്രമേ നരകവാസികൾക്ക് ചോദിക്കാനുള്ളൂ. അവർക്ക് ദുനിയാവിനെ കുറിച്ചും പറയാനില്ല, ആഖിറത്തിനെ കുറിച്ചും പറയാനില്ല, മോചനത്തെക്കുറിച്ചും പറയാനില്ല, ശിക്ഷ ലഘൂകരിക്കുന്നതിനെ കുറിച്ചൊന്നും പറയാനില്ല. അവർക്ക് പറയാനുള്ളത് അൻ അഫീദു അലൈനാ മിനൽ മാ, കുറച്ച് വെള്ളമൊന്നും ഞങ്ങൾക്ക് ഒഴിച്ചു തന്നിരുന്നെങ്കിൽ, ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് തന്ന എന്തിലെങ്കിലും നിന്നും എന്തെങ്കിലും കുറച്ച് ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവരോടുള്ള മറുപടി എന്തായിരിക്കും? ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. പറ്റില്ലല്ലോ, നിഷേധികൾക്ക് അതെല്ലാം ഇന്ന് ഹറാമാണെന്ന് പറഞ്ഞ് അവരെ ആട്ടുന്ന രംഗമാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എന്നിട്ടാണ് നിഷേധികളുടെ പ്രത്യേകതയും കൂടി അല്ലാഹു പറയാണ്. എന്താണ്? അല്ലദീന തഖദൂ ദീനഹും, അവരവരുടെ മതം സ്വീകരിച്ചവരാണ്, അവരുടെ മതത്തെ കണ്ടവരാണ്. ലഹുവം വലഇബാ, കളിവിനോദമായി കൊണ്ട് മതത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള കാര്യബോധവുമില്ല. അവരെങ്ങനെ മതം എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തോന്നിയ സമയത്ത് സൗകര്യമൊക്കെ ഉള്ളപ്പോ എല്ലാം ഒത്തുവരുമ്പോ മാത്രം കൊണ്ട് നടക്കേണ്ട സാധനം. ജീവിതത്തിന്റെ ഒരു ആഘോഷങ്ങളിൽ ഇസ്ലാം ഉണ്ടാവില്ല, ജീവിതത്തിന്റെ അത്യാവശ്യ ഘട്ടത്തിലൊന്നും ഇസ്ലാം ഉണ്ടാവില്ല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് സമയം കിട്ടിയാൽ വന്ന് ഒരു 4 റക്അത്ത് നിസ്കരിക്കാം, 3 റക്അത്ത് നിസ്കരിക്കാം, പിന്നെ റമദാൻ മാസമായാലും നോമ്പെടുക്കുക. ഈ ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. വിവാഹത്തിന്റെ ദിവസങ്ങളിൽ ഒരു ഇസ്ലാം ഉണ്ടാവില്ല, ചെലവഴിക്കലിലും ഉണ്ടാവില്ല, സ്ത്രീ പുരുഷന്മാരുടെ കൂടിക്കലരിലും ഉണ്ടാവില്ല, അന്യപുരുഷനും സ്ത്രീയും തമ്മിലുള്ള പരിധി വിട്ട സംസാരത്തിന്റെ ഒന്നും ഇസ്ലാം ഉണ്ടാവില്ല. ജീവിതത്തിന്റെ ഒരു രംഗങ്ങളിൽ ഇസ്ലാം ഉണ്ടാവില്ല. പിന്നെ ആകെ ഇവിടെ ഇസ്ലാം ഉണ്ടാകാം, കുറച്ചു വേണമെങ്കിൽ കുറച്ച് വന്നിട്ട് പള്ളിയിൽ ഒരു 1-2 വക്തൊക്കെ നിസ്കരിക്കും, കുറച്ചു വേണമെങ്കിൽ സദഖക്ക് പള്ളിയിൽ എന്തൊക്കെ സദഖക്ക് കൊടുക്കും. ഇതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തിൽ ഇസ്ലാമിന് യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള മനുഷ്യർ ദീനിനെ ഒരു കളിയും വിനോദമായിട്ട് അവർ സ്വീകരിച്ചു. ഈ ദുനിയാവിലെ ജീവിതം അവരെ വഞ്ചിച്ചു കളയുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹ് പറയുന്ന ഒരു വർത്താനം എന്തറിയോ? ഞാൻ നിങ്ങളെ മറക്കാണ്. അല്ലാഹു അവരോട് പറയാൻ, ഞാൻ നിങ്ങളെ മറക്കാണ്, എനിക്ക് നിങ്ങൾ വേണ്ട.
ഞാൻ നിങ്ങളെ മറക്കുന്നു. കമാ നസീതും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ, അവരുടെ ആ ദിവസം, അവരുടെ ഈ പറയുന്ന ദിവസം അവർ മറന്നതുപോലെ, ഈ നരകത്തെക്കുറിച്ച് അവർ മറന്നതുപോലെ, ഹശ്റിന്റെ മൈതാനിയിലെ വിചാരണയെക്കുറിച്ച് അവർ മറന്നതുപോലെ ഞാനിതാ നിങ്ങളെ മറക്കുന്നു, ഞാനിതാ നിങ്ങളെ കൈവിടുന്നു എന്ന് പറയുന്നതോടുകൂടി പ്രിയപ്പെട്ടവരെ, പിന്നീട് അവരുടെ ശിക്ഷയ്ക്ക് യാതൊരു അറ്റവും അന്ത്യവുമില്ല എന്നതാണ് സത്യം. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉദ്യോഗജനകമായ 3 സംഭാഷണങ്ങളാണ് നമ്മൾ കേട്ടത്. എത്രയോ ഗുണപാഠങ്ങളും എത്രയോ ഉപദേശങ്ങളും നമ്മുടെ നാഥൻ, നമ്മുടെ റബ്ബ് ഒളിപ്പിച്ചു വെച്ച ഈ സംഭാഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ മാറ്റം വരുത്തുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ചാലകശക്തി എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ആശംസകളോ പ്രശംസകളോ അഭിനന്ദനങ്ങളോ ഒന്നുമല്ല, മറിച്ച് പരലോകത്ത് അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് കിട്ടുന്ന പരിഗണനയാണ്, അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് കിട്ടുന്ന മോചനമാണ്, അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന സ്നേഹമാണ്. അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എത്രയോ സംഭാഷണങ്ങൾ ഇതുപോലെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നരകത്തിൽ വീണ് കഴിഞ്ഞാൽ മുൻഗാമികളും പിൻഗാമികളും നടത്തുന്ന, ഞാനതൊന്നും ഇവിടെ വിശദീകരിക്കാൻ പോകുന്നില്ല. നരകത്തിൽ വീണ് കഴിഞ്ഞാൽ മുൻഗാമികളും പിൻഗാമികളും, അതായത് കഴിഞ്ഞ തലമുറയും ഈ തലമുറയും തമ്മിൽ നടത്തുന്ന സംഭാഷണമുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ചില ആളുകളൊക്കെ എന്റെ ഉപ്പാപ്പ ചെയ്തതെന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശമാണ്. എന്റെ ഉപ്പാപ്പ ചെയ്ത്, എന്റെ ഉപ്പ ചെയ്തത്, ഞാനത് വിടാൻ തയ്യാറല്ല, അവര് നരകത്തിലാണെങ്കിൽ ഞാനും പോയിക്കോട്ടെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇതേ ആളുകൾ ഉപ്പാപ്പാന്റെയും ഉപ്പാന്റെയും കൂടെ നരകത്തിലെത്തിക്കഴിഞ്ഞാൽ അവർ പരസ്പരം പഴിചാരുകയും തർക്കിക്കുകയും ചെയ്യുന്ന രംഗം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നുണ്ട്. വലിയ നേതാക്കളും അനുയായികളും തമ്മിൽ നടക്കുന്ന തർക്കങ്ങളുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരാളോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എന്റെ ഉസ്താദ് നരകത്തിലാണെങ്കിൽ ഞാൻ നരകത്തിലേക്ക് പോയിക്കോട്ടെ, ഞാൻ മൂപ്പരോടെ നരകത്തിൽ കിടക്കാൻ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ ദുനിയാവിൽ വെച്ച് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. നരകത്തിലേക്ക് പോകേണ്ട പ്രിയപ്പെട്ടവരെ, നരകം ഒന്ന് കണ്ടാ മതി. നരകത്തിലേക്ക് പോകണമെന്നൊന്നുമില്ല, നരകം ഒന്ന് കണ്ടാ മതി. കാണുന്ന സമയത്ത് യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനി, അവൻ ആരെയൊക്കെ പരിചയമുണ്ടോ ആ പരിചയമുള്ള മനുഷ്യരെയൊക്കെ പകരം കൊടുത്തിട്ട് സുമ്മ യുൻജി, എന്നെ മാത്രം ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ അവിടെ ഉസ്താദും ഉണ്ടാവില്ല, ഉപ്പയും ഉണ്ടാവില്ല, ഉമ്മയും ഉണ്ടാവില്ല, ഉപ്പാപ്പ ഉണ്ടാവില്ല, ഉമ്മാമ ഉണ്ടാവില്ല, ആത്മമിത്രം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആ ധ്വനികൾ പുറത്തേക്ക് വരുന്ന എത്രയോ സംഭാഷണങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ ഒരു യാത്ര തുടങ്ങുക, ഒരു വലിയ യാത്ര, ഈ പ്രപഞ്ചത്തെക്കാൾ വലിയ ലോകത്തേക്കുള്ളൊരു യാത്ര. ആ യാത്ര ഏതാണെന്നറിയോ? പരിശുദ്ധ ഖുർആനിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തിലേക്കുള്ള യാത്ര. വരികൾക്കിടയിലൂടെ, വാക്കുകൾക്കിടയിലൂടെ പ്രപഞ്ചത്തിന്റെ നാഥൻ ലോകത്തെ ജനങ്ങളോട് സംസാരിച്ചു വെച്ചിട്ടുള്ള വലിയ അർത്ഥഗർഭമായ ആശയങ്ങളിലൂടെയുള്ള യാത്ര. മനസ്സിരുത്തിയൊന്ന് ഖുർആൻ വായിക്കുക. ഖുർആൻ നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കട്ടെ, നമ്മുടെ മനസ്സുകളെ പരിശുദ്ധ ഖുർആൻ പദം വരുത്തട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ആഭാല ചൂടം വരുന്ന രംഗങ്ങളിൽ പരിശുദ്ധ ഖുർആൻ വിപ്ലവമുണ്ടാക്കട്ടെ, മാറ്റമുണ്ടാക്കട്ടെ. ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം. ഖുർആൻ ഓതിയും കൊണ്ട് പ്രിയപ്പെട്ടവരെ സിഗരറ്റ് വലിക്കരുത്, ഖുർആൻ ഓതിയും കൊണ്ട് ലോട്ടറി എടുക്കരുത്, ഖുർആൻ കേട്ടും കൊണ്ട് നമസ്കാരത്തിന്റെ ജമാഅത്ത് ഒഴിവാക്കരുത്. ഇത്തരത്തിലുള്ള ദുശ്ശീലങ്ങളിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ മാറ്റുന്നില്ല എങ്കിൽ ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, പടച്ചോനെ ഈ ഖുർആൻ ഇവർ രണ്ടാം കടയായിക്കൊണ്ടാണ് സ്വീകരിച്ചത് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആക്ഷേപം എനിക്കും നിങ്ങൾക്കും ബാധകമാകും എന്ന് നാം തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിന്റെ യഥാർത്ഥ ഗുണപാഠങ്ങളെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കട്ടെ, അവർക്ക് സ്വർഗ്ഗം നൽകട്ടെ, നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ഉന്നതമായ ദർജകളിൽ അവരോടൊപ്പം ഒത്തുചേരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ, രഹസ്യവും പരസ്യവുമായ തെറ്റുകുറ്റങ്ങൾ, അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്ത പാപകർമ്മങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. അള്ളാഹുവേ, നിന്നിലേക്ക് തിരിച്ചു വരുമ്പോ പരിശുദ്ധമായ ആത്മാവുമായി, സമാധാനം നേടിയെടുത്ത ആത്മാവുമായി നിന്നിലേക്ക് വന്ന് ആകാശങ്ങൾക്കപ്പുറത്തേക്ക് യാത്ര ചെയ്ത് ഇല്ലിയൂൻ
ഇല്ലിയൂനിൽ പേര് രേഖപ്പെടുത്തി വെക്കപ്പെടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഇസ്രാഫീൽ രണ്ടാമത് കാഹളത്തിൽ ഊതുന്നതുവരെ സമാധാനത്തോടെ ഖബറിൽ കിടക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെയൊക്കെ മരണത്തിന്റെ മുന്നേ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പീഡനങ്ങളും അടിച്ചമർത്തലുകളും അവകാശരാഹിത്യവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ മോചനത്തെ നീ കാണിച്ചു തരണേ അല്ലാ. അവർ ആത്മാഭിമാനത്തോടെ മസ്ജിദുൽ അഖ്സായിൽ സുജൂദ് ചെയ്യുന്ന രംഗം കണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.